ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നു. പീലാത്തോസിന്റെ വിധി. പാപമില്ലാത്തവനെ ഇഞ്ചിഞ്ചായി കൊല്ലുവാനും ലോകത്തിന്റെ വെളിച്ചമാവനെ ഊതിക്കെടുത്തുവാനും സ്നേഹമാവുന്ന ഈ പുഷ്പത്തെ കാൽക്കീഴിട്ട് ചതച്ച് ജനിക്കുവാനും വെമ്പൽ കൊള്ളുന്ന ഒരു ജനമാണ് അന്നും ഇന്നും. അനന്തതയിൽ നിന്ന് ഭൂമിയെ സൃഷ്ടിച്ച കോടാനുകോടി നക്ഷത്രങ്ങളെ വാരി എറിയും. ആഴികൾക്ക് മണൽ കൊണ്ട് അതിരുകൾ വിരിച്ചവൻ, അതിനൊക്കെ സാക്ഷിയായിരുന്ന പുത്രനെ ഇന്നിതാ കുരിശിലേറ്റി. ജനനം കൊണ്ടും മരണം കൊണ്ടും വ്യത്യസ്തനാണ്. സുവിശേഷങ്ങൾ ആർത്ത് ഘോഷിക്കുന്നു, ഇവന് യേശു എന്ന് പേരിട്ടു. അവനാണ് ലോകത്തിന്റെ രക്ഷകൻ. യെരുശലേം വീഥികൾ അതിദാരുണമായ ഒരു കാഴ്ച കണ്ട് വിറയ്ക്കുകയാണ്. പീലാത്തോസിന്റെ അകത്തളങ്ങളിൽ നിന്നും 39 അടികൾ വിധിച്ചുകൊണ്ട് അവനെ പീലാത്തോസ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. റോമൻ പടയാളികൾ, അതിശക്തരായ പടയാളികൾ, ചമ്മട്ടി കൊണ്ട് അവന്റെ പിറകിൽ ആഞ്ഞാഞ്ഞടിക്കുന്നു. ഒട്ടകത്തിന്റെയും കുതിരയുടെയും തോലുകൾ ഉണങ്ങി അത് നാലുനാലായി കീറി പിന്നെയുണ്ടാക്കിയ ഈ ചമ്മട്ടിയുടെ അഗ്രത്ത് ഇരുമ്പ് കൊളുത്തുകളുണ്ട്, എല്ലും കഷങ്ങളുണ്ട്. ഈ അടി ഏറ്റുവാങ്ങുന്ന യേശു അവന്റെ അടിപ്പിണലുകളിൽ നിന്നും ചിന്തിച്ചിതറുന്ന മാംസവും രക്തവും പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ ചമ്മട്ടികൾ അവർ കൽപാത്രങ്ങളിൽ നിറച്ച വെള്ളത്തിൽ മുക്കിയാണ് അടിക്കുന്നത്. രക്താംബരമായ ആ രക്തം നിങ്ങൾക്കും എനിക്കുമായി ചൊരിഞ്ഞത്. കാട്ടുമുൾച്ചെടിയുടെ ഒരു മുൾക്കിരീടം അവന്റെ തലയിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്നു. കതിരമരം കൊണ്ടുള്ള ഭാരമേറിയ ഒരു കുരിശ് അവന്റെ തോളിൽ ചുമക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ആകുലതയും വിയർപ്പും ആശങ്കയും ഉറക്കമിളപ്പും വേദനയും എല്ലാം കൊണ്ട് യേശു നിലവിളിക്കും. ഇടയ്ക്കിടയ്ക്ക് മണലിലേക്ക് വീഴുന്ന അവനെ ബലിഷ്ഠരായ റോമൻ പടയാളികൾ അടിച്ചെഴുന്നേൽപ്പിക്കുന്നു. കശാപ്പ് ശാലയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മൃഗത്തെ പോലെ അവനെ കാൽവറിയിലേക്ക് നയിക്കുക. കഴിഞ്ഞ ആഴ്ച ഈ യെരുശലേം തെരുവീഥി ഒരു വിജയ ഘോഷയാത്രയാണ് നമ്മൾ കണ്ടത്. അനേകം ആളുകൾ റോഡിന്റെ രണ്ട് വശങ്ങളായി കാത്തു നിൽക്കുന്നു. എല്ലാവരുടെയും നോട്ടം തെരുവിന്റെ മറ്റേ അറ്റത്തേക്കാണ്. ആരൊക്കെയോ അടക്കം പറയുന്നു, ദാവീദിന്റെ കുലത്തിൽ ജനിച്ച രാജാവ് കടന്നു വരുന്നു, നമ്മളെ വീണ്ടെടുക്കാൻ യോഗ്യനാണ് അവൻ,
ആ പ്രതീക്ഷയോട് നിൽക്കുന്ന ജനത്തിന്റെ നടുവിലേക്ക് എളിമയുടെ ഉദാഹരണമായ കഴുതപ്പുറത്ത് മനുഷ്യപുത്രൻ കടന്നു വരും. യെരുശലേം തെരുവീതികൾ പല വിധത്തിലുള്ള ഘോഷയാത്രകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. യുഗങ്ങൾക്ക് മുമ്പ് ദാവീദ് രാജാവിന്റെ മകൻ അഭിഷേകം 50 ബലിഷ്ഠരായ ആളുകളെ കൊണ്ട് വലിപ്പിച്ച ഒരു രഥം, ആ രഥത്തിൽ അവൻ ഇതുവഴി വന്നിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ തെരുവിൽ റോമൻ സാമ്രാജ്യപതി കൈസർ 50 ആനകൾ അതിന്റെ മുകളിൽ പന്തങ്ങളും വെച്ച് കെട്ടിക്കൊണ്ട് ഇതുവഴി വലിയ ഘോഷയാത്ര നടത്തിയിരുന്നു. ഇതിനൊക്കെ സാക്ഷിയായ ഈ യെരുശലേം തെരുവീഥികൾ ഇന്ന് വേദന കൊണ്ട് വിറയ്ക്കുക. ദയനീയമായ മുഖത്തോടെ യേശു ചുറ്റും നോക്കുന്നു. എന്നെ സഹായിപ്പാൻ ആരുമില്ല. തന്റെ കാൽച്ചുവട്ടിൽ നിന്ന് തന്റെ വചനം ശ്രദ്ധിച്ച തന്റെ ശിഷ്യന്മാർ, തന്റെ കൂടെ ഇരുന്ന് ഉണ്ടും ഉറങ്ങിയും ശീലിച്ച തന്റെ അരുമശിഷ്യർ, മരണത്തോളം നിന്നെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല എന്ന് വീണ്ടും വീണ്ടും ഉറക്കെ പ്രഖ്യാപിച്ച ശീമോൻ പത്രോസ്, അല്പം മുമ്പ് താൻ ഉയർപ്പിച്ച ലാസറും കുടുംബവും അവരെവിടെ? താൻ ശുദ്ധമാക്കിയ കുഷ്ഠരോഗികളെവിടെ? താൻ കാഴ്ച നൽകിയ കുരുടരെവിടെ? തന്റെ കയ്യിൽ നിന്നും ആവോളം മതിയാവോളം അപ്പം ഭക്ഷിച്ച പുരുഷാരം എവിടെ? ആരും സഹായത്തിനില്ല. എല്ലാവരും ഓടി ഒളിക്കുന്നു. ഇവൻ എന്തിനു വേണ്ടി മരിക്കണം? ഇവൻ എന്തിനു വേണ്ടി ബലിമൃഗമാകണം? ഈ ചോദ്യം ക്രൈസ്തവരുടെ ഇടയിൽ ഇന്നുമുണ്ട്. ലോക ജനത ചോദിക്കുന്നു, എന്തിനവൻ എനിക്കായി ബലിയായി? ഇതിനുത്തരം തേടണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ 66 പുസ്തകങ്ങളിൽ കൂടെ നിങ്ങൾ അതിന്റെ വരികളിലൂടെ വായിച്ചെടുത്തു. ഉൽപ്പത്തിയിൽ അവൻ സൃഷ്ടാവാണ്. പുറപ്പാട് പുസ്തകത്തിൽ അവൻ രക്ഷകനാണ്. 66 പുസ്തകങ്ങളെ പറയാൻ എനിക്ക് സമയമില്ല. 66ാമത്തെ പുസ്തകമായ വെളിപ്പാടിൽ പൊൻകച്ച കെട്ടിവരുന്ന, നീതിയും ന്യായം വിധിക്കാൻ വരുന്ന രാജാവാണ്. ബൈബിളിലെ 2 ബുക്കുകളായ എസ്തേറിലും സോളമന്റെ ഉത്തമ ഗീതങ്ങളിലും ദൈവം എന്നൊരു വാക്കില്ല. ദൈവം എന്ന വാക്കില്ലാതെ 2 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. 10 അധ്യായമുള്ള എസ്തേറും 8 അധ്യായമുള്ള ഉത്തമ ഗീതം. അതിലും അവനുണ്ട്. എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോൾ ശത്രുക്കളുടെയും ഞങ്ങളുടെയും ഇടയിൽ നിൽക്കുന്ന രക്ഷകൻ എന്ന് നമ്മൾ കാണുന്നു. അത് യേശുവിന്റെ നിഴലാണ്. ഉത്തമ ഗീതത്തിൽ ശാരോണിലെ പനിനീർപുഷ്പം നീയാണ്. അത് യേശുവാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായം 14-19 നമ്മൾ വായിക്കുമ്പോൾ സകലവും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം അതിന് അധിപതിയായി ആദാമിനെ സൃഷ്ടിക്കുന്നു. സൃഷ്ടിയുടെ മണിമകുടമായ ആദാമിനെ സൃഷ്ടിച്ചിട്ട് അവനിൽ നിന്നും ഒരു സ്ത്രീയെ സൃഷ്ടിക്കുന്നു. അവരോട് അരുളി ചെയ്യുന്നു, ഈ ഭൂമിയൊക്കെ നിന്റെയാണ്, നന്മ കൊണ്ട് നീ നിറയ്ക്കണം, നിന്റെ തലമുറകൾ ഈ ഭൂമിയിൽ നിറയും, നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. പക്ഷേ ഒരു കണ്ടീഷൻ എനിക്കുണ്ട്. ഈ നടുവിൽ നിൽക്കുന്ന ജീവന്റെയും അറിവിന്റെയും വൃക്ഷത്തില്
ഉണ്ടായ ഫലങ്ങൾ ആകർഷണമുള്ളതാണ്, രുചിയുള്ളതാണ്. അതുമാത്രം നീ പറിച്ചു തിന്നരുത്. പക്ഷേ സാത്താൻ പാമ്പിലൂടെ സ്ത്രീയെ ചതിക്കുന്നു. അവർ നഗ്നദിനങ്ങളെ കുറിച്ച് വിവരമുള്ളവരായി. നഗ്നത എന്താണെന്ന് അറിയും. അവർ ഓടി ഒളിച്ചു. നട്ടുച്ച കഴിയുമ്പോൾ ദൈവം അവരെ തേടി ഇറങ്ങുന്നു. കാണുന്നില്ല. ആദ്യത്തെ മനുഷ്യനെ ദൈവം വിളിക്കുന്നു, ആദമേ ആദമേ നീ എവിടെ? ദൈവം പറഞ്ഞു കൊടുത്തതാണ്, ഈ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും, നീ പാപിയാകും. ആ പാപത്തിന്റെ ശമ്പളം മരണമായി. അവസാനം സ്ത്രീയെയും പുരുഷനെയും ദൈവം തോട്ടത്തിന്റെ ഒരു മറവിൽ നിന്നും കണ്ടുപിടിക്കുന്നു. താൻ പ്രതീക്ഷയോടെ സൃഷ്ടിച്ച തന്റെ സൃഷ്ടികൾ വഴുതി വീണെന്ന് കാണുമ്പോൾ, പാപത്തിൽ വീണെന്ന് കാണുമ്പോൾ ദൈവം വിലപിക്കുന്നു. ആ ദുഃഖം ശകാരമായി മാറുന്നു. ആദത്തെ വിളിച്ചിട്ട് ദൈവം പറയുന്നു, ഈ ഭൂമിയിൽ നിനക്ക് മുള്ളും പറക്കാരിയും ഉരുവാക്കും. നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ഭക്ഷിക്കും. നീ ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് എടുത്തവനാണ്, ഞാൻ നിന്നെ പൊടിയിലേക്ക് ചേർക്കും. ദൈവത്തിന്റെ ശകാര ഗോസ്പലാണ് ആദ്യത്തെ. സ്ത്രീയെ വിളിക്കുന്നു, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. പുരുഷൻ നിന്റെ മേൽ അധീനനായിരിക്കും. സാത്താനെ, പാമ്പിനെ വിളിക്കുന്നു, നീ ഉരകം കൊണ്ട് ഗമിക്കും, നീ ഭൂമിയിലെ പൊടി തിന്നും. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, അവന്റെ കുതികാൽ നീ തകർക്കും. ആദ്യത്തെ പാപം. ദൈവം മനുഷ്യനെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. അതിനൊരു മോചനം വേണം. അവനൊരു സന്തതിയെ ഉരുവാക്കും. ആ സന്തതി സാത്താനെ തകർക്കും. അതിന്റെ പൂർത്തീകരണമാണ് ഇന്ന് കാൽവറിയിൽ നമ്മൾ കാണുന്നത്. അതിന്റെ അനുസ്മരണയാണ്, അതിന്റെ അനുശോചനമാണ് നമ്മൾ ഇന്ന് ഇവിടെ സ്മരിക്കുന്നത്. പാപം മനുഷ്യരിൽ വിതച്ചു കഴിഞ്ഞു. ലോകമതങ്ങളെല്ലാം പാപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് വളരെ വാഞ്ചയോടെ കാത്തിരിക്കുക. ഭാരതീയ മുനിമാർ ചൊല്ലുന്നു, അസത്തോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യു മാ അമൃതം ഗമയ. അസത്യത്തിൽ നിന്ന് എന്നെ ആര് സത്യത്തിലേക്ക് കൊണ്ടുവരും? ഇരുട്ടിൽ നിന്ന് എന്നെ ആര് വെളിച്ചത്തിലേക്ക് നയിക്കും? മൃത്യുമ അമൃതം ഗമയ, മരണത്തിൽ നിന്നും എന്നെ ആര് നിത്യജീവനിലേക്ക് നയിക്കും? ഉത്തരമില്ല. മലകൾ കയറി ഇറങ്ങിയും തീർത്ഥാടനങ്ങൾ മുങ്ങിയും അവർ പാപത്തെ കഴിയും. പക്ഷെ പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം കുഞ്ഞാടിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെടുന്നു എന്ന് തിരുവചനം പറയുന്നു. ദൈവജനത്തെ രക്ഷിക്കുവാനായി മോശയെ തെരഞ്ഞെടുത്ത യഹോവ ഫറവോനോട് പറയുക, എന്റെ ജനത്തെ നീ വിട്ടുതരിക. കഠിനഹൃദയനായ ഫറവോന് കഴിയുന്നില്ല. പലവിധ ബാധകളാൽ മിസ്രയീം രാജ്യത്തെ യഹോവ ദണ്ഡിപ്പിക്കുന്നു. തവള പെരുകുന്നു, പേൻ പെരുകുന്നു, അഗ്നിബാധ ഉണ്ടാകുന്നു. തിരുവചനങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുള്ള. അവസാനം യഹോവ പറയുന്നു, മോശെ, ഓരോ വീട്ടിലും ഒരു ആടിനെ ഇറക്കണം. ആ ആടിന്റെ രക്തം നീ കട്ടിളപ്പടിയിലും അതിന്റെ കാലുകളിൽ
വാളുമായി മിസ്രയീം തെരുവീഥികളിലൂടെ വരും. കുഞ്ഞാടിന്റെ രക്തം തളിക്കാത്ത, അടയാളം കാണപ്പെടാത്ത എല്ലാ വീട്ടിലെയും കടിഞ്ഞൂലുകളെ ഞാൻ തകർക്കും. യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ജനത്തിനെ വീണ്ടെടുക്കുവാനായി ഒരു കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് യഹോവ സാക്ഷീകരിച്ചുവെങ്കിൽ മനുഷ്യന്റെ പാപങ്ങളെ തീർക്കുവാൻ യഹോവ തന്റെ പുത്രനെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. മോശയോട് യഹോവ പറയുന്നു, ഫറവോന്റെ ആദ്യജാതൻ മുതൽ തിരികല്ലിൽ എടുത്തിരിക്കുന്ന ദാസിയുടെ ആദ്യജാതൻ വരെ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളൊക്കെയും ചത്തുപോകും. രക്ത അടയാളമുള്ളവരൊക്കെ രക്ഷിക്കപ്പെടും. യഹോവ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു. എനിക്ക് ഇതിന് ഉത്തമമായ ഒരാടിനെ ഭൂമിയിൽ നിന്ന് വേണം. സ്വയം ബലി കഴിക്കുവാൻ, ബലിയാകുവാൻ, പാപം ചുമന്നുകൊണ്ട് മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ, അവനെ സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ ഒരാട് വേണം. മനുഷ്യനിലേക്ക് അവൻ നോക്കുന്നു. മനുഷ്യനിൽ ഒരാൾ പോലും നേർമയുള്ളവരില്ല. അവൻ സ്വന്തം ഏകജാതനായ പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയക്കും. പുത്രനെ ബലി കഴിക്കുവാൻ പിതാവ് തന്നെ സജ്ജമാക്കുക. ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നു, പിതാവായ അബ്രഹാം ഇസഹാക്കിനെ ബലി കൊടുത്തു. ബലിക്കായി കൊണ്ടുപോകുന്നു. അനുസരണയുള്ള കുഞ്ഞാടിനെ പോലെ അവൻ പിതാവിന്റെ പുറകെ പോകുന്നു. മലയുടെ മുകളിൽ ചെന്ന് മകൻ ചോദിക്കുന്നു, അപ്പാ നമുക്കെല്ലാ ബലി സാധനങ്ങളും ഉണ്ട്, നമുക്ക് ബലി കഴിക്കുവാനുള്ള മൃഗമടി യഹോവ തന്നുകൊള്ളും. അവസാനം പറയുന്നു, നിന്നെയാണ് എനിക്ക് ബലി കഴിക്കേണ്ടത്. യാതൊരു മടിയും കൂടാതെ പുത്രൻ പറയുന്നു, അപ്രകാരം തന്നെ ആയിക്കോട്ടെ. എന്തായിരുന്നു ഇസ്ഹാക്കിന്റെ വയസ്സ്? അവനൊരു കൊച്ചു കുഞ്ഞല്ല, ഏകദേശം 30 വയസ്സുള്ള ഒരു യൗവനക്കാരനാണ്. വേണമെങ്കിൽ അബ്രഹാമിനെ തള്ളിയിട്ടുകൊണ്ട് അവന് താഴ്വരയിലേക്ക് ഓടി രക്ഷപ്പെടാം. അവൻ പറയുന്നു, അപ്പാ എന്നെ അറക്കുന്നതിന് മുമ്പായിട്ട് എന്റെ കൈയും കാലും നീ കെട്ടണം, ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വേദനയിൽ ഞാൻ പിടയും. ആ പിടഞ്ഞു നിന്റെ ദേഹത്ത് എന്തെങ്കിലും മുറിവുണ്ടാകാം. അതേ അതിന്റെ നിഴലാണ് നാം പുതിയ നിയമത്തിൽ കാണുന്നത്. രക്ഷകൻ ഭൂമിയിലേക്ക് വരുന്നു. ജനനം കൊണ്ടും മരണം കൊണ്ടും അവൻ വ്യത്യസ്തനാണ്. സകല പാപങ്ങളും ഏറ്റുകൊണ്ട് അവൻ നമുക്കായി യാഗം അർപ്പിച്ചു. ജന്മം കൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ്, കർമ്മം കൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണോ? ക്രൂശിന്റെ സ്ഥാനം ഇന്നെവിടെ? ലോക തത്വസംഹിതകൾക്ക് ഇന്ന് ക്രിസ്തു വേണ്ട, കുരിശു മതി. മതത്തിന് കുരിശു വേണ്ട. പല മതങ്ങൾക്കും പല ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും കുരിശു വേണ്ട, യേശുവിനെ മതി. കുരിശും ക്രിസ്തുവും ഇല്ലാതെ ഒരു മോചനം നമുക്കില്ല എന്ന് മനസ്സിലാക്കുക. കുരിശിനെ ആദരിക്കുന്നവരാണ്, കുരിശിനെ വണങ്ങുന്നവരാണ് നമ്മൾ, കുരിശ് വരയ്ക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ നമ്മൾ കുരിശുണ്ടോ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടി. മറ്റുള്ളവർക്ക് യേശുവാകുക, മറ്റുള്ളവരിൽ യേശുവിനെ കാണുക, അതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. 2 വർഷം മുമ്പ് ഇതുപോലൊരു അവസരം എനിക്ക് ദൈവം തന്നു. അന്നും സന്ദേശം കൊടുക്കുവാൻ ഞാനായിരുന്നു. സന്ദേശത്തിന്റെ അവസാനത്തിൽ ഞാൻ തന്നെ അറിയാതെ ഒരു പാട്ട് ഉണ്ടായി. ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. അത് ഞാൻ പാടിയ പാട്ട് പലർക്കും ഓർമ്മയുണ്ടായിരിക്കും. യേശുവെ പോലെ ആകുവാൻ, യേശുവെ പോലെ ആകുവാൻ, യേശുവെ
നിന്നെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതായിരുന്നു ക്രിസ്തുവിന്റെ മുദ്രാവാക്യം. സഭയ്ക്കും സമൂഹത്തിനും നമുക്കുമൊക്കെ കുരിശ് അലങ്കാരമാണ്. കിരീടത്തിലും വംശവടികളിലും പള്ളിയുടെ ഗോപുരങ്ങളിലും നേർച്ചപ്പെട്ടിയുടെ സംരക്ഷണത്തിനും നമുക്ക് കുരിശ് വേണം. കുരിശ് നമ്മുടെ കേന്ദ്രബിന്ദുവാണോ? ഇന്ന് ഞാനും നിങ്ങളും ചോദിക്കേണ്ട, കണ്ടെടുക്കേണ്ട, കണ്ണടച്ചുകൊണ്ടൊരു നിമിഷം ധ്യാനിക്കേണ്ട ഒരു വസ്തുതയാണ്. കുരിശിന്റെ അനുഭവം ദുഃഖവെള്ളിയാഴ്ചകളിൽ ഒതുങ്ങി ഉയർപ്പോടുകൂടി അവസാനിക്കാതെ ആകുവാൻ പാടില്ല. ദൈവം പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ടാണ് കുരിശിൽ യാഗമായത്. ഇന്ന് നാമും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ പാപങ്ങൾ എവിടെ? നമ്മുടെ മനസ്സിൽ പാപങ്ങളുണ്ടോ? യഹൂദ ജനങ്ങൾക്ക് 5 തരത്തിലുള്ള യാഗങ്ങളായിരുന്നു: പാപയാഗവും, അകൃത്യയാഗവും, ഹോമയാഗവും, ഭോജനയാഗവും, സമാധാനയാഗവും. ബലിക്കായി ഊനമറ്റ പക്ഷിമൃഗാദികളെ ബലി കഴിക്കുക. ഇന്ന് ക്രിസ്തുവിന്റെ യാഗത്തിനാൽ ആ പഴയ ന്യായപ്രമാണങ്ങൾ നീങ്ങിപ്പോയിരിക്കുന്നു. പാപത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വളരാൻ പറ്റിയ മണ്ണാണ് മനുഷ്യന്റെ മനസാക്ഷി. നമ്മുടെ കാഴ്ചയിലൂടെ, നമ്മുടെ കേൾവിയിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ മനസ്സിലൂടെ പാപം അങ്ങനെ വളർന്നു പൊങ്ങുകയാണ്. ഇത് കണ്ട് ക്രിസ്തു ദുഃഖിക്കുന്നു. നിനക്ക് വേണ്ടി എന്റെ അടിപ്പിണകളിൽ നിന്നും ഞാൻ ചോരയൊഴുക്കി. പാപത്തിലെ മുളയിലെ നുള്ളുക. മൂർഖൻ പാമ്പിനെ കൊല്ലുവാൻ പ്രയാസമാണ്, പക്ഷെങ്കിൽ അതിന്റെ മുട്ടയിൽ നിന്ന് വിരിയുമ്പോഴേ അതിനെ നമുക്ക് കൊല്ലാം, എരിച്ചുടയ്ക്കാം. ഒരു സാഹിത്യകാരൻ പറയുന്നു, പാപം ചിലന്തി വല പോലെയാണ്. വീട് നമ്മൾ വൃത്തിയാക്കും, ചിലന്തി വലകൾ, മാറാറുകളെല്ലാം അടിച്ചു മാറ്റും, പക്ഷെ നാളെയും വീടിന്റെ മൂലയിൽ ചിലന്തി വലയുണ്ട്. കാരണം എന്താ? ചിലന്തി വല നെയ്യുവാൻ കാരണം ചിലന്തിയാണ്. ആ ചിലന്തിയെ നമ്മൾ നശിപ്പിക്കും. അതായിരിക്കട്ടെ നമ്മളുടെ ക്രിസ്തീയ ധർമ്മം. ദാവീദ് പാപം ചെയ്തു. ദൈവം അവനോട് പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും വാൾ ഒഴിഞ്ഞു പോകുകയില്ല. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. കൃപാവരങ്ങളുള്ള സാംസൺ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ഒരു സിംഹത്തെ ആട്ടിൻകുട്ടിയെ പോലെ കൊന്നവനാണ്. കഴുതിയുടെ തോളല്ലെടുത്ത് 1000-ലധികം പേരെ വധിച്ചവനാണ് ആജാനുബാഹുവായ സാംസൺ. പട്ടണത്തിന്റെ കവാടവാതിൽ ചുമലിലേറ്റിയവനാണ് സാംസൺ. എന്ത് സംഭവിച്ചു? മനസ്സിന്റെ പാപം അവനെ ബലഹീനമാക്കി. ദലീല എന്ന പെൺകുട്ടി അവനെ ദുർബലനാക്കി. അവന്റെ ശക്തി ക്ഷയിച്ചു. അവന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. അവനെ കാരാഗ്രഹവാതിൽ അടക്കി. പാപം വളരുന്നതിന് മുമ്പ് അതിനെ നശിപ്പിക്കണം. ഞാൻ പറഞ്ഞതുപോലെ പഴയ നിയമവും പുതിയ നിയമവും വായിച്ചാൽ പാപത്തിന് അടിമപ്പെട്ട ഒരുപാടുണ്ട്. പാപത്തെ ജയിച്ചവർ പലരുണ്ട്. പഴയ നിയമത്തിലെ ജോസഫിനെ നോക്കുക. പൊന്തിഫറിന്റെ വീട്ടിലെ കൃത്യനായ അവൻ വിശ്വസനായോണ്ട് മുഖ്യ കാര്യവാഹനാക്കി. തനിയെ അവൻ വീട്ടിലിരിക്കുമ്പോൾ പൊന്തിഫറിന്റെ ഭാര്യ അവന്റെ മേൽക്കുപ്പായത്തിൽ കയറി പിടിക്കുന്നു. എന്താണ് ജോസഫ് ചെയ്തത്? അവന്റെ മേൽക്കുപ്പായം വലിച്ചെറിഞ്ഞിട്ട് അവൻ ഓടുന്നു. അതിൽ നിന്ന് ദുരന്തമുണ്ടായി. അവനെ തുറങ്കിൽ അടയ്ക്കപ്പെട്ടു. പക്ഷേ പാപത്തിന്റെ തടവറയിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. പാപത്തിൽ നിന്നും നാം ഓടി രക്ഷപ്പെടണം. നിങ്ങൾ പാപത്തിന്റെ അടിമകളല്ല, ഇന്നു മുതൽ കൃപയുടെ അടിമകളാണ്. ഹൃദയം ഒരു ബ്ലാക്ക് ബോർഡാണ്. ചെയ്യുന്ന പാപങ്ങളെല്ലാം അതിൽ എഴുതി വെക്കും. പക്ഷേ
ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്തം അതിനെ മായ്ച്ചു കളയും. മലാഖിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, നിന്റെ പാപങ്ങളെല്ലാം ഞാൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് എറിഞ്ഞു കളയും. പസഫിക് സമുദ്രത്തിന്റെ പല ഭാഗങ്ങളിലും ഏകദേശം 28 കിലോമീറ്റർ അഗാധമായ താഴ്ചയുള്ളതാണ്. എവറസ്റ്റിന്റെ ഉയരമോ 8 കിലോമീറ്റർ മാത്രമേ. അവിടേക്ക് അറിയപ്പെടുന്ന പാപങ്ങൾ ഒരിക്കലും എഴുന്നേറ്റ് വരികയില്ല എന്നാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ഓർക്കയില്ല. നമ്മളുടെ ബലഹീനതകളെ നമുക്ക് നശിപ്പിച്ചു കളയാം. പാപം വരുന്ന വഴികളെ നമുക്ക് അടച്ചു കളയാം. Get rid of all the things came in between you and your God. പാപമില്ലാത്തവരായി ജീവിക്കാം. വീണ്ടും അവൻ നീതിക്കായി നീതി ന്യായസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് നീതി നിർവഹിക്കാൻ വരുമ്പോൾ പാപമില്ലാത്തവരായി ശുഭ്രവസ്ത്രധാരികളായി നമുക്ക് നിൽക്കാം. ക്ഷമിക്കുന്നവരാണ് ദൈവം. ഞാൻ നീട്ടുന്നില്ല. നീ മാനസാന്തരപ്പെട്ടാൽ അവൻ നിന്റെ അടുക്കലേക്ക് വന്ന് നിന്നെ കഴുകി നിന്നെ ശുദ്ധീകരിക്കാൻ യോഗ്യനാണ്. ഈ കഴിഞ്ഞ സമയത്ത് ഞാൻ കഥ വായിച്ചു. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ ആകുലനാണ്. ഇടയ്ക്കിടയ്ക്ക് വീങ്ങി വീട്ടി കരയുന്നുണ്ട്. അതേ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഒരു പുരോഹിതൻ ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നു, എന്താ മകനെ, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയോ? ഇല്ല, 6 മാസം മുമ്പ് എന്നെ വളരെയധികം സ്നേഹിച്ച എന്റെ അപ്പനെ വിട്ട് ഞാൻ വിദേശത്തേക്ക് പോയി. ജോലിക്കല്ല, ദുർമാർഗ പ്രവർത്തനത്തിന് വേണ്ടി അപ്പന്റെ മനസ്സ് വിഷമിച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്റെ അപ്പന്റെ സ്നേഹം. എനിക്ക് തിരിച്ചു വരണം. എന്റെ അപ്പൻ എന്നെ സ്വീകരിക്കുമോ? ഞാനൊരു കത്തെഴുതിയിട്ടുണ്ട് അപ്പന്. ഈ റെയിൽവേ ട്രാക്കിന്റെ അടുത്താണ് എന്റെ വീട്. ആ വീടിന്റെ മുമ്പിൽ ഒരു പുളിമരമുണ്ട്. നീ എന്നെ സ്വീകരിക്കുമെങ്കിൽ, അപ്പ നീ എന്നെ സന്തോഷം സ്വീകരിക്കുമെങ്കിൽ ആ പുളിമരത്തിൽ ഒരു വെള്ളക്കൊടി കെട്ടണം. ആ വെള്ളക്കൊടി സമാധാനത്തിന്റെ അടയാളമായി ഞാൻ കണ്ട് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി നിന്റെ അടുത്തേക്ക്. ഇവന്റെ വീട് റെയിൽവേ ട്രെയിൻ അങ്ങനെ അവന്റെ വീട് കടന്നു പോകുന്നു. നോക്കുമ്പോൾ പുളിമരത്തിന്റെ ഇലയേക്കാൾ കൂടുതൽ വെള്ളക്കൊടികളാണ്. ലോകത്തിന്റെ കാൽവറിയിൽ ഉയർത്തപ്പെട്ട വെള്ളക്കൊടിയാണ് ക്രിസ്തു. അതിലേക്ക് നമുക്ക് നോക്കാം. അവൻ നിങ്ങളെയും എന്നെയും സ്വീകരിക്കാൻ യോഗ്യനാണ്.